ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇനി ആൻറ്റി ഓക്സിഡൻസ് അല്ലേ നമുക്ക് നോക്കാൻ ബാക്കിയുള്ളത്. ഫ്രീ റാഡിക്കൽസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫ്രീ റാഡിക്കൽസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താണ് ഫ്രീ റാഡിക്കൽസിന് ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവും. നമ്മുടെ ആൻറ്റി ഓക്സിഡൻസിനാണെങ്കിലോ അതിനകത്ത് പെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവും. അത് ആർക്ക് കൊടുക്കും? നമ്മുടെ ഫ്രീ റാഡിക്കൽസിന് കൊടുത്തിട്ട് അതിൻ്റെ ഹാംഫുൾ എഫക്റ്റ് ഇല്ലാണ്ടാക്കുകയാണ് ആര് ചെയ്യുന്നുള്ളത്? നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ് ചെയ്യുന്നുള്ളത് അല്ലേ. ഹാംഫുൾ എഫക്ട്സ് ഇല്ലാണ്ടാക്കുന്നു. To mitigate the harmful effects of free radical, the aerobic cells have developed antioxidant defense mechanisms. അതായത് നമ്മുടെ സെൽസിനകത്ത് തന്നെ എന്തുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓക്സിഡേഷൻ, ആൻറ്റി ഓക്സിഡൻറ്റ്, ആ പേരിൽ നിന്ന് തന്നെ എന്താ മനസ്സിലാവുന്നല്ലേ? ആൻറ്റി ഓക്സിഡൻറ്റ്, അതായത് ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യുക? ഡിലേ ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ ഡിലേ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്കാവെഞ്ചേഴ്സ് ഓഫ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയാം അല്ലേ. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ. ഫ്രീ റാഡിക്കൽസിൻ്റെ സ്കാവെഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ റാഡിക്കൽസിൻ്റെ ന്യൂട്രലൈസേഷനാണ് നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ് ചെയ്യുന്നുള്ളത്. എന്താ ചെയ്യുന്നുള്ളത്? നമ്മുടെ ഫ്രീ റാഡിക്കൽസിൻ്റെ ന്യൂട്രലൈസേഷനാണ് നമ്മുടെ സാധാരണ നോർമലായിട്ട് അവർ ചെയ്യുന്നുള്ളത്. പിന്നെ ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഈ ആൻറ്റി ഓക്സിഡൻസിനെ ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ഇൻ റിലേഷൻ ടു ലിപ്പിഡ് പെറോക്സിഡേഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും വേണം തോന്നുകയാണെങ്കിൽ ഇത് പഠിച്ചതിന് ശേഷം നിങ്ങളൊന്നുകൂടെ റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഉൾക്കൊള്ളിച്ചു എന്ന് എനിക്ക് ഉറപ്പ് അത്രയ്ക്ക് പറയാൻ പറ്റില്ല, കാരണം PSC ആണ്, അവരതിനകത്ത് കറക്റ്റ് ഒരു റെഫറൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത്തിരി മതി എന്നാണ്. എങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് റെഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക? ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ കേസിൽ ആൻറ്റി ഓക്സിഡൻസ് ഇൻ ലിപ്പിഡ് പെറോക്സിഡേഷനിൽ എന്താ നടക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഫ്രീ റാഡിക്കൽസിന് പോയിട്ട് അവരുടെ സ്കാവെഞ്ചേഴ്സ് ആയിട്ട് ആർക്ക് ആക്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസിന് ആക്ട് ചെയ്യാൻ പറ്റും. ഈ ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ ബേസിസിൽ നമ്മുടെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിവെൻറ്റീവ് ആൻറ്റി ഓക്സിഡൻസ്. എന്താണ് പ്രിവെൻറ്റീവ് ആൻറ്റി ഓക്സിഡൻസ്? അപ്പോൾ ഇവരെന്താ ചെയ്യുക? നമ്മുടെ ഇനീഷ്യേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഇനീഷ്യേഷനെ ബ്ലോക്ക് ചെയ്യുന്നു. അതാണ് പ്രിവെൻറ്റീവ് ആൻറ്റി ഓക്സിഡൻസ് ചെയ്യുന്നുള്ളത്. ഇനി അഥവാ പ്രിവെൻറ്റീവ് ആൻറ്റി ഓക്സിഡൻസിന് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആര് വരും? ചെയിൻ ബ്രേക്കിംഗ് ആൻറ്റി ഓക്സിഡൻസ് വരും അല്ലെ. പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെയിൻ ബ്രേക്കിംഗ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് വരും. അപ്പോൾ ഒന്ന് നമ്മുടെ പ്രിവെൻറ്റീവ് ഇനീഷ്യേഷനോ, അതാണ് നമ്മുടെ ഇനീഷ്യേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. പ്രിവെൻറ്റീവ്. ചെയിൻ ബ്രേക്കിംഗ് ആണെങ്കിൽ എന്താ ചെയ്യുക? അവർ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് അവിടെ ഇല്ലാണ്ടാക്കുന്നു. അങ്ങനെ രണ്ട് തരത്തിലാണ് ഏത് ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ കേസിൽ ആരുള്ളത്? നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത്. അപ്പോൾ EDTA എന്ന് ഇപ്പോൾ എൻ്റെ വായിന്ന് വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എക്സാമ്പിളാണ്. എന്തിൻ്റെ? ആൻറ്റി ഓക്സിഡൻസിൻ്റെ എക്സാമ്പിളാണ്. നമുക്കത് പറയാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആൻറ്റി ഓക്സിഡൻസ് എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. ആൻറ്റി ഓക്സിഡേഷൻ ഒന്നെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളതിനെ ഡിലേ ചെയ്യുക. അതാണ് ആൻറ്റി ഓക്സിഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രീ റാഡിക്കൽസിൻ്റെ സ്കാവെഞ്ചേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്രീ റാഡിക്കൽസിൻ്റെ സ്കാവെഞ്ചേഴ്സ് അവരെന്ത് ചെയ്യും? ഒരു ഫ്രീ ഇലക്ട്രോൺ കൊടുത്തിട്ട് നമ്മുടെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഹാംഫുൾ എഫക്റ്റ് അവരവിടെ ഇല്ലാണ്ടാക്കുന്നു. നമ്മുടെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ന്യൂട്രലൈസേഷൻ അവർ ചെയ്യുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് വന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ലിപ്പിഡ് പെറോക്സിഡേഷൻ. ഈ ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പാണ് ഇരുന്നല്ലോ ലിപ്പിഡ് പെറോക്സിഡേഷന്. അതിൻ്റെ അതായത് ഇപ്പം ഞാൻ ഈ പറയുന്നത് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫ്രീ റാഡിക്കൽസിൻ്റെ ക്ലാസ് കൂടി കണ്ടിട്ട് വരിക കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ, അല്ലാത്തവർക്കൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനീഷ്യേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ ഇനീഷ്യേഷൻ അവിടെ ബ്ലോക്ക് ചെയ്യുന്നതാണ് പ്രിവെൻറ്റീവിലൂടെ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിന് ചില എക്സാമ്പിൾസ് ഉണ്ട്. ആ പ്രിവെൻറ്റീവിന് എക്സാമ്പിൾസാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ EDTA, അതുപോലെ തന്നെ കാറ്റലേസ്, EDTA, അതുപോലെ തന്നെ ഗ്ലൂട്ടാതയോൺ പെറോക്സിഡേസ്. ഏതൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നുള്ളത്? ഗ്ലൂട്ടാതയോൺ പെറോക്സിഡേസ്, കാറ്റലേസ്, EDTA. ഇവരെന്താണ്? പ്രിവെൻറ്റീവ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. പ്രിവെൻറ്റീവ് ആൻറ്റി ഓക്സിഡൻസിന് എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മുടെ ചെയിൻ ബ്രേക്കിംഗ് ആണെങ്കിലോ അത് നമ്മുടെ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്. നമ്മൾ SOD പഠിച്ചിട്ടുണ്ടായിരുന്നു ബയോകെമിസ്ട്രിയുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ. മറന്നുപോയവർ റിവൈസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, അതുപോലെ തന്നെ വിറ്റാമിൻ E
അതുപോലെ തന്നെ യൂറിക് ആസിഡ്. എത്രയും ആൾക്കാരാണ് ചെയിൻ ബ്രേക്കിങ്ങിൽ ആക്ട് ചെയ്യുന്നവർ. അപ്പോൾ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ പറഞ്ഞത്, പ്രിവെൻറ്റീവിന് എക്സാമ്പിൾസ് ആണ് EDTA-യും കാറ്റലേസും അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോൺ ആണ് കേട്ടോ, ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഏതായിരുന്നു, ചെയിൻ ബ്രേക്കിങ്ങിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഏതാണ്, യൂറിക് ആസിഡും വിറ്റാമിൻ ഇയും അതുപോലെ തന്നെ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബേസ്ഡ് ഓൺ ദർ ലൊക്കേഷൻ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ കേസിൽ. ഇനി നമ്മൾ ലൊക്കേഷൻ്റെ ബേസിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസിനെ ക്ലാസിഫൈ ചെയ്യാണ്. അതിനകത്ത് ഒന്നാണ് പ്ലാസ്മ ആൻറ്റി ഓക്സിഡൻസ്. ആ പേരിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാകുന്നുണ്ട്, പ്ലാസ്മയിനകത്ത് കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻസിനെയാണ് നമ്മൾ പ്ലാസ്മ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയാം. രണ്ടാമത്തെ എന്താണ്, സെൽ മെംബ്രെയിൻ ആൻറ്റി ഓക്സിഡൻസ്. സെൽ മെംബ്രെയിൻ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെൽ മെംബ്രെയിനകത്ത് കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻസ് അല്ലേ. മൂന്നാമത്തത് ഇൻട്രാ സെല്ലുലാർ. അപ്പോൾ എന്താണ്, സെല്ലിനകത്ത് അല്ലേ, ഇൻട്രാ സെല്ലുലാർ ആൻറ്റി ഓക്സിഡൻസ്. അങ്ങനെ 3 തരത്തിലാണ് നമുക്ക് ഏതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉള്ളത്, ലൊക്കേഷൻ്റെ ബേസിൽ. എന്തിനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നുള്ളത്, ആൻറ്റി ഓക്സിഡൻസിനെയാണ്. ഫ്രീ റാഡിക്കൽസിൻ്റെ മൊത്തം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതിപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, ആൻറ്റി ഓക്സിഡൻസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫ്രീ റാഡിക്കൽസ് വരും. ഫ്രീ റാഡിക്കൽസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആൻറ്റി ഓക്സിഡൻസും പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആകുമ്പോൾ പ്ലാസ്മയുണ്ട്, സെൽ മെംബ്രെയിനകത്ത് കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻട്രാ സെല്ലുലാറിനകത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾസ് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോവാണ്, നമ്മൾ നേരത്തെ എന്താണ് ചെയിൻ ബ്രേക്കിങ്ങിൻ്റെ കേസിൽ യൂറിക് ആസിഡ് പഠിച്ചില്ലേ, അവരെവിടെയാണ് ഉണ്ടാവുക, പ്ലാസ്മയിലാണ് ഉണ്ടാവുക. യൂറിക് ആസിഡ് പ്ലാസ്മയിലാണ് ഉണ്ടാവുക. പിന്നെ ട്രാൻസ്ഫെറിൻ, എന്താണ് ട്രാൻസ്ഫെറിൻ. ഓക്കെ, ട്രാൻസ്ഫെറിൻ എന്ന് പറഞ്ഞാൽ അയണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ള ആൾക്കാരാണ് ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്നത്. ഫെറിൻ എന്ന് വെച്ചാൽ അയണാണ് ട്രാൻസ്ഫെറിൻ. അപ്പോൾ അതും ഏതിനകത്ത് വരും, പ്ലാസ്മയിനകത്ത് വരുന്നുള്ള ആൾക്കാരാണ്. പിന്നെ ബീറ്റാ കരോട്ടിൻ, ഏതാണ് ബീറ്റാ കരോട്ടിൻ വരും. അപ്പോൾ യൂറിക് ആസിഡ്, ട്രാൻസ്ഫെറിൻ, ബീറ്റാ കരോട്ടിൻ വരും. അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ഏതായിരുന്നു, ചെയിൻ ബ്രേക്കിങ്ങിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ് പ്ലാസ്മയിനകത്ത് പ്രസൻ്റ് ആയിട്ടാണ് വിറ്റാമിൻ സി. പിന്നെ ബിലിറൂബിൻ, പിന്നെ സെറുലോപ്ലാസ്മിൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്ലാസ്മയിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ് യൂറിക് ആസിഡും വിറ്റാമിൻ സിയും ബിലിറൂബിനും സെറുലോപ്ലാസ്മിനും ട്രാൻസ്ഫെറിനൊക്കെ എവിടെയുള്ളത്, ബീറ്റാ കരോട്ടിൻ. ഇവരൊക്കെ എന്താ ഉള്ളത്, എവിടെയുള്ളത്, നമ്മുടെ പ്ലാസ്മയിനകത്ത്. മാറിപ്പോവരുത്, പ്ലാസ്മയിനകത്ത്. ഇനി സെൽ മെംബ്രെയിൻ്റെ കേസിൽ പറയുമ്പോൾ നമുക്ക് അധികമൊന്നും പഠിക്കാനില്ല. ആൽഫ ടോക്കോഫെറോൾ ടോക്കോഫെറോൾ എന്ന് വെച്ചാൽ എന്താണ്, വിറ്റാമിൻ ഇ ആണ് അല്ലേ ടോക്കോഫെറോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ ടോക്കോഫെറോൾ ഏതാണ്, സെൽ മെംബ്രെയിനകത്ത് കാണപ്പെടുന്നത് ആൽഫ ടോക്കോഫെറോൾ ആണ്. ഇനി ഇൻട്രാ സെല്ലുലാറിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, ഏതിനകത്താണ്, ചെയിനിൽ അല്ലേ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഒരാൾ കൂടിയാണ് കാറ്റലേസ് ഏതായിരുന്നു, ഫസ്റ്റ് ഏതാണ്, ഇനീഷ്യേഷൻ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, കാറ്റലേസ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ്. മാറിപ്പോവോ, ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മൾ ലൊക്കേഷൻ്റെ ബേസിസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ലൊക്കേഷൻ്റെ ബേസിസിൽ പ്ലാസ്മ ഉണ്ടായിരുന്നു. പ്ലാസ്മയിനകത്താണ് വിറ്റാമിൻ സിയും അതുപോലെ തന്നെ വിറ്റാമിൻ സി പറഞ്ഞു, വേറെ ഏതായിരുന്നു ഞാൻ പറഞ്ഞത്, യൂറിക് ആസിഡ് അല്ലേ. വിറ്റാമിൻ സി, യൂറിക് ആസിഡ്, ട്രാൻസ്ഫെറിൻ, സെറുലോപ്ലാസ്മിൻ, ബിലിറൂബിൻ, ബീറ്റാ കരോട്ടിൻ. ഓക്കെ ആണല്ലോ. അതൊക്കെ പ്ലാസ്മയിലാണ്. നമ്മുടെ സെൽ മെംബ്രെയിനകത്ത് ആൽഫ ടോക്കോഫെറോളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇൻട്രാ സെല്ലുലാർ വരുമ്പോൾ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസും അതുപോലെ തന്നെ കാറ്റലേസും ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസും ആണ് വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാനുണ്ട്. അതിനകത്ത് ഏതാണെന്ന് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ഏതായിരുന്നു, ആൻറ്റി ഓക്സിഡൻസ് അക്കോർഡിംഗ് ടു ദർ നേച്ചർ ആൻഡ് ആക്ഷൻ. അവരുടെ ആക്ഷനും നേച്ചറും കാരണം അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. എന്താണ്, ബേസ്ഡ് ഓൺ ദർ ആക്ഷൻ ആൻഡ് നേച്ചർ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അവരുടെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് എന്താണ്, എൻസൈമാറ്റിക് ആൻറ്റി ഓക്സിഡൻസ്. ഇപ്പോൾ നമ്മൾ കുറേ എൻസൈംസിനെ പറഞ്ഞില്ലേ, സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, കാറ്റലൈസ്, അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ എൻസൈമാറ്റിക് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അവരുടെ ആക്ഷൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാം എൻസൈമാറ്റിക്. അവരുടെ നേച്ചർ ആക്ഷൻ വെച്ചിട്ട് എൻസൈമാറ്റിക് ഉണ്ട്. അതിന് എക്സാമ്പിൾ ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എഴുതാം. എന്താണ്, കാറ്റലൈസ് ഉണ്ട്, സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരാളും കൂടി പഠിച്ചു വെച്ചോളൂ, ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസ്. എന്താണ്, ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസ്.
അപ്പോൾ എൻസൈമാറ്റിക്, ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ. ഇതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുവേണ്ടിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തെയാണ് നോൺ എൻസൈമാറ്റിക്. ഒന്ന് എൻസൈമാറ്റിക്, പിന്നെ ഒന്ന് നോൺ എൻസൈമാറ്റിക്. ഈ നോൺ എൻസൈമാറ്റിക്കിനകത്ത് തന്നെ 2 ടൈപ്പ് വരും. എന്താണ് ഈ നോൺ എൻസൈമാറ്റിക്കിനകത്ത് തന്നെ 2 ടൈപ്പ് വരും. ഒന്ന് ന്യൂട്രിയൻ്റ് ആൻറ്റി ഓക്സിഡൻറ്റ്. എന്താണ് ന്യൂട്രിയൻ്റ് ആൻറ്റി ഓക്സിഡൻസ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വിറ്റാമിൻ ഇൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, വിറ്റാമിൻ സി ഒക്കെ പറഞ്ഞു വരാം. ന്യൂട്രിയൻ്റ് ആൻറ്റി ഓക്സിഡൻസ്, അപ്പോൾ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ വിറ്റാമിൻ സി, അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ ആൽഫ ടോക്കോഫെറോൾ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആൽഫ ടോക്കോഫെറോൾ എന്ന്, അത് വിറ്റാമിൻ ഇൻ്റെ ആളാണ് അല്ലേ. പിന്നെ ബീറ്റ കരോട്ടിൻ നമ്മൾ പറഞ്ഞില്ലേ, അത് പ്രോ വിറ്റാമിൻ എ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇതിനകത്തായിരുന്നു നമ്മൾ പഠിച്ചത്. മിൽക്കിൻ്റെ കളറിൻ്റെ കേസിൽ നമ്മൾ ബീറ്റ കരോട്ടിനൊക്കെ പഠിച്ചു. അത് വിറ്റാമിൻ എൻ്റെ അല്ലേ. അപ്പോൾ ഏതൊക്കെയാണോ ന്യൂട്രിയൻ്റ്, അതായത് വിറ്റാമിൻസിൻ്റെ, വിറ്റാമിൻ സി, അതുപോലെ തന്നെ ആൽഫ ടോക്കോഫെറോൾ, ബീറ്റ കരോട്ടിൻ, പിന്നെ ഒരു മിനറൽ കൂടി വരുന്നുണ്ട്, അതാണ് സെലീനിയം. അപ്പോൾ ന്യൂട്രിയൻ്റ് ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് ആണ് മെറ്റബോളിക് ആൻറ്റി ഓക്സിഡൻസ്. ഏതാണ് മെറ്റബോളിക് ആൻറ്റി ഓക്സിഡൻസ്? അപ്പം നമ്മുടെ നോൺ എൻസൈമാറ്റിക്കിനെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്തു, ന്യൂട്രിയൻ്റ് ആൻറ്റി ഓക്സിഡൻസും മെറ്റബോളിക്കും. ന്യൂട്രിയൻ്റ് ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇവിടെ മെറ്റബോളിക്കിൻ്റെ കേസിൽ പറയുമ്പോൾ നമ്മൾ ഏതാണ് ബിലിറൂബിൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ബിലിറൂബിൻ ഇല്ലേ, അത് നമ്മൾ മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്ന ആളല്ലേ. ട്രാൻസ്ഫെറിൻ ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞേ ട്രാൻസ്ഫെറിൻ, അയാളും ഇതിനകത്ത് വരും. പിന്നെ വരുന്നതാണ് നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ. എൻസൈംസ് ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസും ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസും വരേണ്ട കേട്ടോ, ഗ്ലൂട്ടാത്തയോൺ. പിന്നെ നമ്മുടെ സെറിലോപ്ലാസ്മിൻ, ഇതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്, ഒന്നുകൂടെ പറയുന്നതല്ലോ കേട്ടോ. പിന്നെ ഒരാൾ കൂടിയുണ്ട്, നമ്മളെപ്പോഴും പറയാറുള്ള ആൽബുമിൻ. ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ യൂറിക് ആസിഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, യൂറിക് ആസിഡ്. ഇതിൻ്റെ കൂടെ തന്നെ ഫെറിറ്റിൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഏതിൻ്റെ കേസിൽ പറയാനുള്ളത്, നമ്മുടെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഏത് ആക്ഷനും നേച്ചറിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എൻസൈമാറ്റിക് ഉണ്ട്, നോൺ എൻസൈമാറ്റിക് ഉണ്ട്. എൻസൈമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാറ്റലീസും അതുപോലെ തന്നെ സൂപ്പർ ഓക്സിഡ് ഡിസ്മ്യൂട്ടേസും ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസും ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസും ഒക്കെ വന്നു. ഇനി നോൺ എൻസൈമാറ്റിക്കിനെ നമ്മൾ 2ആക്കി, ഒന്ന് ന്യൂട്രിയൻ്റ്, ഒന്ന് മെറ്റബോളിക്. ആ ന്യൂട്രിയൻറ്റിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മളെ വിറ്റാമിൻസ് വേസ്റ്റ് വരുന്നത് അല്ല, ന്യൂട്രിയൻ്റ് ഏതൊക്കെയാണ്, വിറ്റാമിൻ സി വരുന്നുണ്ട്, അതുപോലെ തന്നെ വിറ്റാമിൻ എൻ്റെ പ്രോ വിറ്റാമിൻ എ ആയിട്ടുള്ള ആൽഫ കരോട്ടിൻ വരുന്നുണ്ട്, നമ്മുടെ വിറ്റാമിൻ ഇൻ്റെ ആൽഫ ടോക്കോഫെറോൾ വരുന്നുണ്ട്, പിന്നെ ഒരു മിനറൽ സെലീനിയം. ഇതൊക്കെ ന്യൂട്രിയൻ്റ് ആണ്. ഇനി മെറ്റബോളിക് ആയിട്ടുള്ള നമ്മുടെ ബിലിറൂബിൻ, ട്രാൻസ്ഫെറിൻ, സെറുലോപ്ലാസ്മിൻ, ഫെറിറ്റിൻ, യൂറിക് ആസിഡ്, ആൽബുമിന്, ഗ്ലൂട്ടാത്തയോൺ, ഇതൊക്കെ ഇതിനകത്ത് വന്നു, മെറ്റബോളിക്കിനകത്ത് വന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഫ്രീ റാഡിക്കൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നോ? ഇല്ലാല്ലേ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, സോഴ്സസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സോഴ്സ് എഫക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഇപ്പോൾ പറഞ്ഞത്, ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ് എങ്ങനെയാണ് നമ്മളെ ബോഡിക്കകത്തെത്തുന്നതെന്ന് പറയണ്ടേ. ഓക്കെ, സോഴ്സസിലോട്ട് വരാം. ഒന്നാമത്തത് നമ്മുടെ വിറ്റാമിൻ ഇ. നമ്മൾ പറഞ്ഞില്ലേ ടോക്കോഫെറോൾ എന്ന് ഇത്ര നേരം പറഞ്ഞില്ലേ. ഈ വിറ്റാമിൻ ഇ നമുക്കറിയാം, ഈ വിറ്റാമിൻ ഇ പ്രധാനമായിട്ട് ഇതിനകത്ത് ഉണ്ടാവുക വെജിറ്റബിൾ ഓയിൽസിനകത്താണ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. എവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക? വെജിറ്റബിൾ ഓയിൽസിലാണ് ഈ പറഞ്ഞിരിക്കുന്ന വിറ്റാമിൻ ഇസ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ, അതുപോലെ തന്നെ കോട്ടൺ സീഡ് ഓയിൽ, പീനട്ട് ഓയിൽ, ഇതിനകത്തൊക്കെ ഇത് പ്രസൻ്റ് ആയിട്ടുണ്ട്, നമ്മുടെ വിറ്റാമിൻ ഇ പ്രസൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒന്നാണ് ലീഫി വെജിറ്റബിൾസിനകത്ത് വിറ്റാമിൻ ഇ പ്രസൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ലെഗ്യൂംസിനകത്ത് വിറ്റാമിൻ ഇ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ ഇയുടെ മെയിൻ സോഴ്സസ് ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി അടുത്തത് വിറ്റാമിൻ സിയിലോട്ട് പോകാം. വിറ്റാമിൻ സി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വിറ്റാമിൻ സിൻ്റെ കേസിൽ? നമുക്കറിയാം അല്ലേ, എന്താണ് വിറ്റാമിൻ സി കിട്ടുന്ന ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ നമുക്കറിയാം. ഏതൊക്കെയാണ് ആ ഫ്രൂട്ട്സ് വരുന്നത്, വിറ്റാമിൻ സി വരുന്നുള്ളത്? സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച്, ലെമണ്, അതുപോലെ തന്നെ ഗ്രേപ്സ്, ഇതൊക്കെ സിട്രസ് ഫ്രൂട്ട്സിനകത്ത് വരും. പിന്നെ നമ്മുടെ ഗ്വാവ, ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സും കേട്ടോ, ഗ്വാവ, നമ്മുടെ നെല്ലിക്ക, ആംല, പിന്നെ ചില വെജിറ്റബിൾസ് ആണ് കേട്ടോ, ഗ്രീൻ വെജിറ്റബിൾസ് ലൈക്ക് നമ്മുടെ ക്യാബേജ്, സ്പിനാച്ച്, കോളിഫ്ലവർ, ആ കാര്യങ്ങളിലൊക്കെ ഏത് വരുന്നുണ്ട്, നമ്മുടെ വിറ്റാമിൻ സി വരുന്നുണ്ട്. മെയിനായിട്ട് ഫ്രൂട്ട്സ് ആണ് അവിടെ വരുന്നുള്ളത്. പിന്നെ അടുത്ത ആളാണ് ബീറ്റ കരോട്ടിൻ അല്ല, ബീറ്റ കരോട്ടിൻ നമ്മൾ ഒരുപാട് പഠിച്ച ആളാണ്, നമ്മുടെ വിറ്റാമിൻ എൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന ആളാണ്. അവർ ഈ വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരണം? ക്യാരറ്റ് ഓർമ്മ വരണം. ഓർമ്മ വരണം? ക്യാരറ്റ് ഓർമ്മ വരണം. പിന്നെ നമ്മുടെ ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള സ്പിനാച്ച്, ചീര, പിന്നെ ടർണിപ്പ്, പിന്നെ ഗ്രീൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസിലൊക്കെ വരും കേട്ടോ. അതാണ് വിറ്റാമിൻ എ. ഫ്രൂട്ട്സ് വെജിറ്റബിൾസിലൊക്കെ വരുന്ന ആളാണ് വിറ്റാമിൻ എ, അല്ലെങ്കിൽ നമുക്ക് ബീറ്റ കരോട്ടിൻ എന്ന് പറയാം. ഇതൊക്കെ ഏതിൻ്റെ സോഴ്സായിട്ടാണ് നമ്മൾ പറയുന്നത്? ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ സോഴ്സാണ്. പിന്നെ
ലൈക്കോപ്പീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിഗ്മെൻ്റ് ആണ് കേട്ടോ. ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞാൽ ഒരു പിഗ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ടൊമാറ്റോ ഒരു റെഡ് കളർ കൊടുക്കുന്ന ആളാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ടൊമാറ്റോ, അതുപോലെ തന്നെ നമ്മുടെ പപ്പായ, പിന്നെ പിങ്ക് കളറിലെ ഗുവാവയിൽ പിങ്ക് ഗുവാവ, പിന്നെ നമ്മുടെ വാട്ടർ മെലൺ അതിനൊക്കെ ഒരു കളറില്ലേ, അത് കൊടുക്കുന്ന ആളാണ് ഈ ലൈക്കോപ്പീൻ എന്ന് പറയുന്നത്. അവരും എന്തായിട്ട് ആക്ട് ചെയ്യുന്നുള്ളത്, നമ്മുടെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരാളാണ് നമ്മുടെ എഗ് യോക്കിനകത്തും ഫ്രൂട്ട്സിനകത്തും ലീഫി വെജിറ്റബിൾസിനകത്ത് എഗ് യോക്ക്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ കോൺ, ഈ കാര്യങ്ങളിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ല്യൂട്ടിൻ. എന്താണ് ല്യൂട്ടിനും അതുപോലെ തന്നെ സിയാക്സാന്തിനും ല്യൂട്ടിനും ഏതിനകത്തൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ളതാണ് എഗ് യോക്ക്, ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്ന ല്യൂട്ടിനും അതുപോലെ തന്നെ സിയാക്സാന്തിനും. അപ്പോൾ ഇത്രയും ആൾക്കാർ ഓർത്തല്ലോ. ഇനിയുണ്ട് കേട്ടോ, തീർന്നിട്ടില്ല. ഇനി നമ്മുടെ സെലീനിയം, നമ്മൾ നേരത്തെ പറഞ്ഞ സെലീനിയം അവർ മെയിനായിട്ട് സീ ഫുഡ്സിലാണ് കേട്ടോ ഉണ്ടാവുക. സീ ഫുഡ്സിലും അതുപോലെ തന്നെ മീറ്റ്, ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ വെജിറ്റേറിയൻ സോഴ്സ് ആയിരുന്നു. ഈ സെലീനിയം എവിടുന്നാണ് വരുന്നുള്ളത്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സീ ഫുഡ്സിൽ നിന്നും മീറ്റിൽ നിന്നൊക്കെയാണ് സെലീനിയം വരുന്നുള്ളത്. പിന്നെ വരുന്നുള്ള ആളാണ് കുർക്കുമിനോയിഡ്സ്. അവരെന്താണ് ടർമറിക്കിൽ നിന്നാണ് കേട്ടോ. കുർക്കുമിനോയിഡ്സ് നമ്മളെല്ലാ ഫുഡിലും ആഡ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ടർമറിക് എന്തിനാണ് ആഡ് ചെയ്യുന്നത്, അതിനകത്ത് ഇതുപോലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ പ്രസൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ടർമറിക്. ഇതാണ് കുർക്കുമിനോയിഡ്സ്, ടർമറിക് എന്ന് പറയും. പിന്നെ കാറ്റക്കിൻസ്. ഇത് നമ്മുടെ ഗ്രീൻ ടീനകത്തുണ്ട്. നമ്മൾ പറയാറില്ലേ, ഗ്രീൻ ടീ കുടിച്ചാൽ യൗവനം നിലനിർത്താം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യും. ഫ്രീ റാഡിക്കൽസ് ഏജിങ് യൂസ് ചെയ്യുന്ന ഒരാളല്ലേ. അപ്പോൾ കാറ്റക്കിൻസ് എന്ന് പറയുന്നത് ഏതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളതാണ്, നമ്മുടെ ഗ്രീൻ ടീനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ബെറീസ് ഉണ്ടല്ലോ, നമ്മുടെ സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ബെറീസ് ഉണ്ട്. അതുപോലെ തന്നെ വാൽനട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ പൊമേഗ്രാനറ്റ് ഇതിനകത്തൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എലാജിക് ആസിഡ്. എന്താണ് എലാജിക് ആസിഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസിനെ പഠിച്ചു. ഇതിൻ്റെയൊക്കെ പേരാണ് കേട്ടോ മെയിനായിട്ട് പഠിക്കേണ്ടത്. പിന്നെ സിട്രസ് ഫ്രൂട്ട്സിനകത്ത് നമ്മൾ വിറ്റാമിൻ സി പറഞ്ഞു. അതുകൂടാണ്ട് ഈ സിട്രസ് ഫ്രൂട്ട്സിനകത്ത്, അതായത് നമ്മുടെ ഓറഞ്ചും ലെമണിനകത്തൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ളതാണ് ഹെസ്പെറിഡിൻ. ഏതാണ് ഹെസ്പെറിഡിൻ, HESPERIDIN ഒക്കെ ഓക്കെ. അപ്പോൾ അതാണ് ഹെസ്പെറിഡിൻ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റി ഓക്സിഡൻസിനെയാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ സോഴ്സസ് ആണ് കേട്ടോ, മെയിനായിട്ട് പഠിച്ചത്. ഒന്ന് വിറ്റാമിൻ ഇ പറഞ്ഞു. നമ്മളെന്താ പറഞ്ഞത്, വെജിറ്റബിൾ ഓയിൽസിലൊക്കെ, ലീഫി വെജിറ്റബിൾസിലും അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസിൽ, ലെഗ്യൂമിൻസിൽ, അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ വരുന്നുള്ളത്, വെജിറ്റബിൾ ഓയിലിൽ പ്രസൻ്റ് ആയിട്ടുള്ള വിറ്റാമിൻ ഇ വരുന്നുള്ളത്. വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പീനട്ട് ഓയിൽ, കോട്ടൺ സീഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ പെടും. പിന്നെ നമ്മൾ പറഞ്ഞു വിറ്റാമിൻ എ, അതായത് നമ്മുടെ ബീറ്റാ കരോട്ടിൻ, അവർ ക്യാരറ്റിലും സ്പിനാച്ചിലും ടർണിപ്പിലും ആപ്രിക്കോട്ട്, ഫ്രൂട്ട്, വെജിറ്റബിൾസിലൊക്കെ പ്രസൻ്റ് ആയിട്ടുണ്ട്. പിന്നെ വിറ്റാമിൻ സി ആണ് പറഞ്ഞത്. വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ സിട്രസ് ഫ്രൂട്ട്സിൽ, ഗ്രേപ്സിൽ, ആംല, ഗുവാവ, പിന്നെ ഗ്രീൻ വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാബേജ്, കോളിഫ്ലവറിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ലൈക്കോപ്പീൻ ആണ് പറഞ്ഞത്. ലൈക്കോപ്പീൻ ഒരു പിഗ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ ടൊമാറ്റോ, പപ്പായ, പിങ്ക് ഗുവാവ, വാട്ടർമെലണിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞത്. പിന്നെ സെലീനിയം, അതൊരു മിനറലാണ്. അവർ മെയിനായിട്ട് സീ ഫുഡിലും മീറ്റ്സിലൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ പറഞ്ഞ എന്താണ് കുർക്കുമിനോയിഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്താണ് ടർമറിക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളതാണ് കുർക്കുമിനോയിഡ്സ്. പിന്നെ കാറ്റക്കിൻസ്, അവരതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളതാണ് ഗ്രീൻ ടീനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ബെറീസിലും വാൽനട്ടിലും പൊമാഗ്രാനറ്റിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ളതാണ് എലാജിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എഗ് യോക്ക്, കോണ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതിനകത്തൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ളതാണ് ല്യൂട്ടീനും സിയാക്സാന്തിനും. ഓക്കെ, ല്യൂട്ടീനും സിയാക്സാന്തിനുമാണ് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ സിട്രസ് ഫ്രൂട്ട്സിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്താണ് ഹെസ്പെറിഡിൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ ഫ്രീ റാഡിക്കൽസിനെ കുറിച്ചും ആൻറ്റി ഓക്സിഡൻസിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചു വരുന്നത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസ് ആണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് എന്താണ് സ്കാവഞ്ചേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അവർ കറക്റ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു സിസ്റ്റമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, നമ്മൾ ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ ഏത് സിസ്റ്റമായിട്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്, ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചർ സിസ്റ്റത്തിലാണ് അവർ പണിയെടുക്കുന്നത് അല്ലേ. ഓരോ ആൾക്കാരും ഇപ്പോൾ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം, അങ്ങനെ ഡിഫറെൻറ്റ് സിസ്റ്റം ഇല്ലേ. അതേപോലെ ഈ ആൻറ്റി ഓക്സിഡൻസ് പങ്കെടുക്കുന്നുള്ള സിസ്റ്റത്തിൻ്റെ പേരാണ് ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചർ സിസ്റ്റം. എന്താണ് ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചർ സിസ്റ്റം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, ഒരു ഡൗട്ടും ഇല്ലല്ലോ. കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ.
നമുക്കിനി ഓരോരോ ആൾക്കാരെക്കുറിച്ച് പറഞ്ഞുതരാം. അങ്ങനെ അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയില്ല, എന്നാലും നമുക്ക് പറയാം. നമ്മളിപ്പോൾ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറഞ്ഞില്ലേ, അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്താണ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്? ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ഓക്സൈഡിനെ എന്താ ചെയ്യുക, സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് ആണല്ലോ. അപ്പോൾ സൂപ്പർ ഓക്സൈഡിനെ ഇവർ ഹൈഡ്രജൻ പെറോക്സൈഡായിട്ട് മാറ്റും. എന്താക്കി മാറ്റും? ഹൈഡ്രജൻ പെറോക്സൈഡാക്കി മാറ്റും. എന്നിട്ട് എന്താക്കി മാറ്റും? ഓക്സിജനായിട്ട് മാറ്റും. എന്താണ്? ഓക്സിജനായിട്ട് മാറ്റും. അങ്ങനെ നമുക്ക് സൂപ്പർ ഓക്സൈഡിൻ്റെ ഇൻജൂറിയസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹാംഫുൾ എഫക്റ്റ് അവിടെ കുറക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഈ മൈറ്റോകോൺട്രിയനകത്ത് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാംഗനീസ് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് അവരുടെ വർക്കിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്? മാംഗനീസ് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ സൈറ്റോപ്ലാസത്തിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള SOD ഉണ്ട്. അവരാണെങ്കിൽ സിങ്ക് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ മൈറ്റോകോൺട്രിയയിലുള്ളത് മാംഗനീസ് ഡിപ്പെൻഡൻറ്റ്, സൈറ്റോപ്ലാസത്തിലുള്ളത് സിങ്ക് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറയുന്നത് ഒരു നോൺ ഹീം പ്രോട്ടീൻ കൂടിയാണ്. അവരെന്താ ചെയ്യുക? സൂപ്പർ ഓക്സൈഡിനെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആക്കി മാറ്റുന്നു, എന്നിട്ട് അതിനെ ഓക്സിജനാക്കി മാറ്റുന്നു. അങ്ങനെ ഹാംഫുൾ എഫക്റ്റ് കുറക്കുന്നു. ഓക്കെ ആണല്ലോ. പിന്നെ ആരെയാണ് നമ്മൾ പഠിച്ചേ? അത് കഴിഞ്ഞ് പഠിച്ചതാണ് ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് അല്ലേ. ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് എവിടെയാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ കേസിൽ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ എന്ന് പറയുമ്പോൾ H2O2 റിമൂവ് ചെയ്യുന്നുള്ള ആൾക്കാരാണ് ഈ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് എന്ന് പറയുന്നത്. ഇതൊരു സെലീനിയം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ്. എന്താണ്? ഇതിൻ്റെ ആക്ഷന് വേണ്ടിയിട്ട് ആരെ വേണം? സെലീനിയം എന്ന് പറയുന്ന മിനറൽ വേണം. ഇവർ മെയിനായിട്ട് H2O2 ഡീടോക്സിഫിക്കേഷനാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത്. H2O2 വാട്ടറാക്കി മാറ്റുന്നതാണ്. എന്താണ്? H2O2 വാട്ടറാക്കി മാറ്റുകയാണ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഗ്ലൂട്ടാത്തയോണിന് നമ്മൾ ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ടല്ലോ, അതിനെ എന്താണ് റിഡ്യൂസ്ഡ് ഗ്ലൂട്ടാത്തയോണിനെ നമ്മൾ ഓക്സിഡൈസ്ഡ് ഗ്ലൂട്ടാത്തയോണാക്കി മാറ്റുന്നു. എന്താണ്? ഓക്സിഡൈസ്ഡ് ഗ്ലൂട്ടാത്തയോണാക്കി മാറ്റുന്നു. റിഡ്യൂസ്ഡ് ഗ്ലൂട്ടാത്തയോണിനെ നമ്മൾ ഓക്സിഡൈസ്ഡ് ഗ്ലൂട്ടാത്തയോണാക്കി മാറ്റുന്നു. അങ്ങനെ വീണ്ടും നമുക്ക് റിഡ്യൂസ്ഡ് ഗ്ലൂട്ടാത്തയോൺ വേണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള എൻസൈമാണ് നമ്മൾ നേരത്തെ പഠിച്ച ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസ് എന്ന് പറയുന്നത്. എന്താണ്? റിഡക്റ്റേസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവരെന്ത് യൂസ് ചെയ്യും? NADPH യൂസ് ചെയ്യും. ഓക്കെ. NADPHൻ്റെ കാര്യം നമ്മൾ ഫ്രീ റാഡിക്കൽസിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു ഇല്ലേ? അങ്ങനെ. അപ്പോൾ NADPH യൂസ് ചെയ്തിട്ടാണ് ഇവർ ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസ് ആക്ട് ചെയ്യുന്നുള്ളത്. ഈ NADPH എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? HMP പാത്വേ എന്ന് പറയും. എന്താണ്? ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് പാത്വേ. എന്താണ്? ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് പാത്വേ എന്ന് പറയും. ഓക്കെ. അതൊക്കെയാണല്ലോ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ട് മെയിനായിട്ടുള്ള എൻസൈമാറ്റിക് ആൻറ്റി ഓക്സിഡൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്ന് SOD, അവർ H2O2 സൂപ്പർ ഓക്സൈഡിനെ H2O2 ആക്കുന്നു, അവർ ഓക്സിജനാക്കി മാറ്റുന്നു. SOD മൈറ്റോകോൺട്രിയയിലുള്ളത് മാംഗനീസ് ഡിപ്പെൻഡൻ്റ് ആണ്. സൈറ്റോപ്ലാസത്തിലുള്ളത് സിങ്ക് ഡിപ്പെൻഡൻ്റ് ആണ്. അതൊരു നോൺ ഹീം പ്രോട്ടീനാണ്. പിന്നെ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് എന്ന് പറയുന്നതും എന്താണ്? H2O2 ഡീടോക്സിഫൈ ചെയ്യുന്നു. അവർക്ക് എന്ത് വേണം? സെലീനിയം വേണം അവരുടെ വർക്കിന് വേണ്ടിയിട്ട്. ഇവിടെ ഗ്ലൂട്ടാത്തയോൺ റിഡ്യൂസ്ഡിനെ നമ്മൾ ഓക്സിഡൈസ്ഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്നിട്ട് വീണ്ടും റീജനറേറ്റ് ചെയ്യണമെങ്കിൽ റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അവർ എന്താണ് യൂസ് ചെയ്യുന്നുള്ളത്? NADPH ആണ് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ NADPH എവിടെ നിന്ന് കിട്ടുക? HMP ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് പാത്വേയിൽ നിന്നാണ് അവർക്കത് കിട്ടുക. അപ്പോൾ ഇത്രയാണ് എൻസൈമാറ്റിക് ആൻറ്റി ഓക്സിഡൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ന്യൂട്രിയൻ്റ് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ടോക്കോഫെറോൾസിനെ കുറിച്ച് പറയാം. എന്താ പറഞ്ഞത്? ടോക്കോഫെറോൾസ് എന്ന് പറഞ്ഞാൽ ഏത് വിറ്റാമിനാണ് നമ്മൾ പറഞ്ഞത്? വിറ്റാമിൻ E ആണ്. ടോക്കോഫെറോൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ E ആണ്. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ADEK, ADEK, ഇതൊക്കെ ഏതാണ്? ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ആണ്. അപ്പോൾ ഈ വിറ്റാമിൻ E എന്ന് പറഞ്ഞാലും എന്താണ്? ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു വിറ്റാമിനാണ്. ഇതിനകത്ത് ആൽഫ ടോക്കോഫെറോൾ അല്ലേ നമ്മൾ പഠിച്ചേ? ആൽഫ ടോക്കോഫെറോൾ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോളജിക്കലി മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് ഈ വിറ്റാമിൻ ഇയിൽ ആൽഫ ടോക്കോഫെറോൾ എന്ന് പറയുന്നത്. ഇവരൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? നമ്മൾ പഠിച്ചത് സെൽ മെംബ്രെയിൻസിലാണ് ഇവർ പ്രസൻ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് ആര് പ്രൊട്ടക്റ്റ് ചെയ്യും? സെൽ മെംബ്രെയിൻസിനകത്ത് ആര് പ്രസൻ്റ് ആയിട്ടുണ്ട്? ലിപ്പിഡ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ആ ലിപ്പിഡ് പെറോക്സിഡേഷന് പ്രിവെൻറ്റ് ചെയ്യാനും കൂടി ഇവർ സഹായിക്കുന്നു. ലിപ്പിഡ് പെറോക്സിഡേഷൻ നടക്കാണ്ട് ഇവർ ശ്രദ്ധിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇവരെന്തായിട്ട് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്?
ചെയിൻ ബ്രേക്കിംഗ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ചെയിൻ ബ്രേക്കിംഗ് ആയിട്ടാണ് ലിപ്പിഡ് പെറോക്സിഡേഷനിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ടോക്കോഫെറോൾസ് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ആണ് നമ്മുടെ വിറ്റാമിൻ സി. വിറ്റാമിൻ സിൻ്റെ മറ്റൊരു പേരാണ് അസ്കോർബിക് ആസിഡ്. അറിയാലോ, അസ്കോർബിക് ആസിഡ്. അപ്പോൾ വിറ്റാമിൻ ഇൻ്റെത് ടോക്കോഫെറോൾ, വിറ്റാമിൻ സിൻ്റെത് അസ്കോർബിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഇവർ മെയിനായിട്ട് നമ്മുടെ മെറ്റബോളിക് റിയാക്ഷൻസിനകത്താണ് പങ്കെടുക്കുന്നത്. അതാണ് മെറ്റബോളിക് റിയാക്ഷൻസിനകത്താണ്. പിന്നെ നമ്മൾ അഡക്ക് എന്നാണ് പറഞ്ഞത്. ഏത് ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള തന്നെ നമ്മൾ അഡക്ക് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ടോ? അപ്പോൾ അതിനകത്ത് എന്താണ്? ഇതൊരു വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ്. എന്താണ്? ഒരു വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ്. പിന്നെ വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ഫ്രീ റാഡിക്കൽസിൻ്റെ സ്കാവെഞ്ചറാണ്. ഇവിടെയും ഇവർ ലിപ്പിഡ് പെറോക്സിഡേഷൻ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ആൽഫ ടോക്കോഫെറോൾസിൻ്റെ റീജനറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് വിറ്റാമിൻ സി. ആൽഫ ടോക്കോഫെറോൾസിൻ്റെ റീജനറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ടോക്കോഫെറോൾസും വിറ്റാമിൻ സി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അടുത്ത കരോട്ടിനോയിഡ്സ് പറയാം. കരോട്ടിനോയിഡ്സ് എന്ന് പറയുമ്പോൾ അത് ഏതിനകത്ത് വരുന്നതാണ്? വിറ്റാമിൻ എൻ്റെ കേസിൽ വരുന്നതാണ് അല്ലേ, വിറ്റാമിൻ എ. വിറ്റാമിൻ എ അതിൽ നമ്മുടെ കരോട്ടിനോയിഡ്സ് എന്ന് പറയുമ്പോൾ കരോട്ടിനോയിഡ്സ് എന്ന് തന്നെ എഴുതാട്ടോ, വിറ്റാമിൻ എ ആയിട്ട് എഴുതുന്നില്ല. കരോട്ടിനോയിഡ്സ് ആണ്, വിറ്റാമിൻ എ അല്ല, അത് പ്രോവിറ്റാമിൻ ആണ്. ഓക്കെ, കരോട്ടിനോയിഡ്സ് ആയിട്ട് പറയുമ്പോൾ ഇവർ ലിപ്പോഫിലിക് ആണ്. ലിപ്പോഫിലിക് എന്ന് വെച്ചാൽ എന്താണ്? ലിപ്പിഡ്സിൽ സൊല്യൂബിൾ ആവുന്ന ആൾക്കാരാണ് ഇത്. അതായത് നമ്മൾ ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള ഒരാളാണ്. ADEK നമ്മൾ പറഞ്ഞില്ലേ, അതിനകത്ത് എ വരും. അപ്പോൾ ലിപ്പോഫിലിക് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കരോട്ടിനോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ ലോ ഓക്സിജൻ കണ്ടീഷനിൽ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ വിറ്റാമിൻ അല്ലെ കരോട്ടിനോയിഡ് എ എന്ന് പറയുന്നത്. ഈ കരോട്ടിനോയിഡ്സിനകത്ത് തന്നെ ബീറ്റാ കരോട്ടിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എല്ലാ കരോട്ടിനോയിഡ്സും വരില്ല, ബീറ്റാ കരോട്ടിനായിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇവർ മെയിനായിട്ടും വിറ്റാമിൻ സി ആയിട്ടും വിറ്റാമിൻ ഇ ആയിട്ടൊക്കെ അതുപോലെ തന്നെ ലൈക്കോപ്പീനൊക്കെ ആയിട്ടും ഒന്നിച്ച് ചേർന്നിട്ടാണ് ഇവരുടെ പണി എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഈ ലൈക്കോപ്പീനും എന്താണ്? ഒരു കരോട്ടിനോയിഡ് തന്നെയാണ് കേട്ടോ. എന്താണ്? കരോട്ടിനോയിഡ് തന്നെയാണ് ഏതെന്ന് പറയുന്നത്. ഈ ലൈക്കോപ്പീനും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ല്യൂട്ടിനും അതുപോലെ തന്നെ സിയാക്സാന്തിനും പറഞ്ഞില്ലേ, അവരും ഏതിനകത്ത് വരുന്നതാണ്? ഈ പറഞ്ഞിരിക്കുന്ന കരോട്ടിനോയിഡിനകത്ത് തന്നെ വരുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ? കരോട്ടിനോയിഡ് ലിപ്പോഫിലിക് ആണ്, ലോ ഓക്സിജൻ പ്രഷറിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ബീറ്റാ കരോട്ടിനാണ് ഇതിൽ ഏറ്റവും അധികം പണിയെടുക്കുന്നതല്ല ഇമ്പോർട്ടൻ്റ് ആക്റ്റീവായിട്ടുള്ള ഒരാൾ. പിന്നെ വിറ്റാമിൻ സിയും ഇയും ആയിട്ട് ചേർന്നിട്ടാണ് ഇവർ പണിയെടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ ലൈക്കോപ്പിനും ല്യൂട്ടിനും സിയാക്സാന്തിനും ഒക്കെ ഏതിൻ്റെ കേസിൽ വരുന്നതാണ്? ഈ കരോട്ടിനോയിഡിൻ്റെ ഒരാൾ തന്നെയാണ്. അതിനടുത്താണ് നമ്മൾ പറഞ്ഞ സെലീനിയം. സീ ഫുഡ്സിലൊക്കെ പ്രസൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മൾ. സെലീനിയം മീറ്റിലും സീ ഫുഡ്സിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ സെലീനിയം എന്ന് പറയുന്നത്. ഇതൊരു ട്രേസ് എലമെൻ്റ് ആണ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ട്രേസ് എലമെൻ്റ് ആണ്. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ എന്താ പറഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസിന് വർക്ക് ചെയ്യണമെങ്കിൽ സെലീനിയത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ മെയിനായിട്ട് വിറ്റാമിൻ ഇൻ്റെ കൂടെ ചേർന്നിട്ടാണ് പണിയെടുക്കുക. എന്താണ്? വിറ്റാമിൻ ഇൻ്റെ കൂടെ ചേർന്നിട്ടാണ് സെലീനിയം പണിയെടുക്കുന്നത്. എന്താണ്? വിറ്റാമിൻ ഇൻ്റെ കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസിന് ഇവർ ആവശ്യമാണ്. അതിലാണ് സെലീനിയത്തിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ മറ്റുള്ള നമ്മുടെ കുറച്ച് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതായത് കാറ്റക്കിൻസ്, അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, കാറ്റക്കിൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുർക്കുമിനോയിഡ്സ് ഉണ്ട്. പിന്നെ ഇതോർത്ത് വെച്ചോ, ക്വെർസെറ്റിൻ. ഇത് ഏതിനകത്താണെന്നറിയോ? ഒനിയൻസിനകത്താണ്. എന്താണ്? ക്വെർസെറ്റിൻ ഒനിയൻസിനകത്ത് പ്രസൻ്റ് ആയിട്ടില്ലാണ്. നമ്മുടെ ഉള്ളിക്കകത്ത് എന്താണ്? ക്വെർസെറ്റിൻ എന്ന് പറയും. പിന്നെ കാറ്റക്കിൻസ് നമ്മൾ പറഞ്ഞിട്ടില്ലേ. പിന്നെ പ്രോആന്തോസയാനിഡിൻസ് ഇവർ നമ്മുടെ സീഡ് ഓഫ് ഗ്രേപ്പിൻ്റെ സീഡ്സിലാണ് കാണപ്പെടുക. പ്രോആന്തോസയാനിഡിൻസ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ആന്തോസയാനിൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? പർപ്പിൾ കളർ കൊടുക്കുന്നുള്ള ഒരാളാണ് അല്ലേ, അങ്ങനത്തെ ഒരു പിഗ്മെൻറ്റ് കൊടുക്കുന്നുള്ള ഒരാളാണ് പ്രോആന്തോസയാനിഡ്. അപ്പോൾ അത് ആന്തോസയാനിൻ. ഇവിടെ പ്രോആന്തോസയാനിഡിൻ എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് സീഡ്സ് ഓഫ് ഗ്രേപ്സിനകത്ത് വരുന്നുള്ളതാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൻ്റെ കേസിൽ പറയാനുള്ളത്? നമ്മുടെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കേസിൽ പറയാനുള്ളത്. നമ്മൾ എവിടുന്ന തുടങ്ങിയ? വിറ്റാമിൻ സി ആണ് പറഞ്ഞത്. വിറ്റാമിൻ ഇ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അവർ ആൽഫ ടോക്കോഫെറോളാണ് മെയിനായിട്ട് സെൽ മെംബ്രെയിനായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവരെന്ത് ചെയ്യും? ലിപ്പിഡ് പെറോക്സിഡേഷൻ നടക്കാണ്ട് ചെയിൻ ബ്രേക്കിംഗ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നു. വിറ്റാമിൻ സിൻ്റെ കേസിൽ പറയുമ്പോൾ അത് ഒരു വാട്ടർ സൊല്യൂബിൾ ആണ്. അവർ മെയിനായിട്ട് എന്താ ചെയ്തത്? നമ്മുടെ ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ കേസിലാണ് ആൽഫ ടോക്കോഫെറോളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞാലുള്ളൂ, മറന്നുപോയിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഏതായിരുന്നു? ന്യൂട്രിയൻ്റ് ആൻറ്റി ഓക്സിഡൻസ് ആയിരുന്നു. ഇനി കുറച്ച് ആൾക്കാർ കൂടി ഇല്ലേ, ആരാണ്? നമ്മുടെ മെറ്റബോളിക് ആൻറ്റി ഓക്സിഡൻസ്. അവരെയും കുറിച്ച് ജസ്റ്റ് ഒന്ന്, അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് അതായത് അവരെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കണ്ടേ. ഏതൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം.
എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറയുക, ബേസൽ മെറ്റബോളിക് റേറ്റും നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചർ ഇല്ലേ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ബയോ കെമിസ്ട്രി നമ്മൾ നെക്സ്റ്റ് തേഴ്സ്ഡേ ആകുമ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം കേട്ടോ. തേഴ്സ്ഡേ അല്ല, ഫ്രൈഡേ പറയാം നമുക്ക്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഗ്ലൂട്ടാത്തയോൺ എന്താണ്? ഒരു മെറ്റബോളിക് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ടാത്തയോൺ. അപ്പോൾ ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, നമ്മുടെ റെഡ്യൂസ്ഡ് ഗ്ലൂട്ടാത്തയോൺ ഓക്സിഡൈസ്ഡ് ഗ്ലൂട്ടാത്തയോൺ ആവുന്നു, NADPH യൂസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ ഗ്ലൂട്ടാത്തയോൺ എന്താണ്, നമ്മുടെ ഏജിങ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാറ്ററാക്റ്റ് പോലുള്ള ഡിസീസിലൊക്കെ ഇവർ ആക്ട് ചെയ്യുന്നുണ്ട്. കാറ്ററാക്റ്റ് പോലുള്ള ഡിസീസിലൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ OH മൈനസ്, അതായത് നമ്മുടെ ഹൈഡ്രോക്സിൽ റാഡിക്കലിനെയാണ് ഇവർ മെയിനായിട്ട് സ്കാവഞ്ചറായിട്ട് ആക്ട് ചെയ്യുന്നുള്ളത്, യൂറിക് ആസിഡ്. പിന്നെ ആരാ പറഞ്ഞത്? സെറുലോപ്ലാസ്മിൻ പറഞ്ഞു അല്ലേ, അല്ലേ, ഇതൊക്കെ മെറ്റബോളിക്കിൽ പറഞ്ഞതാണ്. സെറുലോപ്ലാസ്മിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ലിപ്പിഡ് പെറോക്സിഡേഷനിലാണ് മെയിനായിട്ട് സെറുലോപ്ലാസ്മിൻ അല്ലേ, നമ്മൾ പഠിച്ചു, ആ കേസിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയണും അതുപോലെ തന്നെ കോപ്പർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അതിന് ആ ലിപ്പിഡ് പെറോക്സിഡേഷനെയാണ് ഇവർ ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളത്. സെറുലോപ്ലാസ്മിൻ എന്താണ്, അയണും കോപ്പർ പെറോക്സിഡേഷൻ്റെ. പിന്നെ ട്രാൻസ്പെറിൻ എന്താ നമ്മൾ പറഞ്ഞത്, അയണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളത് അല്ലേ, ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള ആൾക്കാരാണ് ട്രാൻസ്പെറിൻ എന്ന് പറഞ്ഞത്. ഇവരെന്ത് ചെയ്യും, അയണുമായിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് അയൺ കാറ്റലൈസ്ഡ് ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ അവർ തടയും. എന്താണ്, അയണുമായിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് അയൺ കാറ്റലൈസ്ഡ് ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ഉണ്ടാവുമല്ലോ അത് തടയും. അതാണ് ട്രാൻസ്പെറിൻ ചെയ്യുന്നുള്ളത്. പിന്നെ ആൽബുമിൻ നമുക്കറിയാം, ഇവരെന്താണ്, ഒരു പ്രോട്ടീനാണ് അല്ലേ. ഇവർ എന്താണ്, ആൽബുമിൻ്റെ സർഫസിൽ വരുന്നുള്ള ഫ്രീ റാഡിക്കൽസിൻ്റെ സ്കാവഞ്ചേഴ്സായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഒരാളാണ് ഇത് ബില്ലി റൂബിൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൊട്ടക്ഷൻ ഫ്രം പെറോക്സിഡേഷനാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത്. അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. പ്രൊട്ടക്ഷനായിട്ടാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഒരു ഹാപ്റ്റോഗ്ലോബിൻ ഉണ്ട്. എന്താണ് ഹാപ്റ്റോഗ്ലോബിൻ? ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ഇവർ ബൈൻഡ് ചെയ്യും. അങ്ങനെ എന്താണ്, നമ്മുടെ ലിപ്പിഡ് പെറോക്സിഡേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മൾ മനസ്സിലായല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ പറഞ്ഞു യൂറിക് ആസിഡിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ഓക്സിഡൈസ്ഡ് റിഡ്യൂസ്ഡ് ആവുന്നു, ആ റിഡ്യൂസ്ഡ് വീണ്ടും ഓക്സിഡൈസ്ഡ് ആവുന്നു, NADPH യൂസ് ചെയ്യുന്നു, HMP പാത്വേ നിന്നാണ് NADPH യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഏജിങ്ങും കാറ്ററാക്റ്റും പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ യൂറിക് ആസിഡിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ OH മൈനസ് റാഡിക്കൽസിനൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. സെറുലോപ്ലാസ്മിൻ ആണെങ്കിലോ അയണും കോപ്പർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മീഡിയേറ്റഡ് ആയിട്ടുള്ള ലിപ്പിഡ് പെറോക്സിഡേഷൻ ഇല്ലാണ്ടാക്കുക. ട്രാൻസ്പെറിൻ ആണെങ്കിലോ അയണുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അയൺ മീഡിയേറ്റഡ് ഫ്രീ റാഡിക്കൽ ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ ആൽബുമിൻ ആണെങ്കിലോ അതിൻ്റെ സർഫസിലുള്ള ഫ്രീ റാഡിക്കൽസിനെ സ്കാവൻ ചെയ്യുക, അതായത് ഇല്ലാണ്ടാക്കുക. ബില്ലിറൂബിൻ ആണെങ്കിലോ പ്രൊട്ടക്ഷൻ ഫ്രം പെറോക്സിഡേഷനിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. ഓക്കെ. പിന്നെ ഹാപ്റ്റോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിനിൽ പോയിട്ട് ഫ്രീ ഹീമോഗ്ലോബിനിൽ പോയിട്ട് ഇവർ ബൈൻഡ് ചെയ്യും, എന്നിട്ട് ലിപ്പിഡ് പെറോക്സിഡേഷൻ ഇവർ ഇല്ലാണ്ടാക്കും. പിന്നെ ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ, അതായത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിക്കകത്ത് ഇതൊക്കെയാണ്. ഇതല്ലാണ്ട് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത്, ഫുഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണെന്നറിയാവോ? അതായത് നമ്മളെ പ്രൊഡക്ട്സിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ഷെൽഫ് ലൈഫ് കൂട്ടാൻ, പിന്നെ ഫുഡ് പ്രിസർവേറ്റീവ്സ് ആയിട്ട്, അതായത് നമ്മുടെ വിറ്റാമിൻ ഇ അതുപോലുള്ള കോമ്പൗണ്ട്സ് നമ്മൾ ഫുഡ് പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഓക്സിഡേറ്റീവ് ഡാമേജസ് ഒന്നും ഇല്ലാണ്ട് ഇവർ നോക്കും. ഓക്കെ, അതാണ് ഇവരുടെ മെയിൻ പരിപാടി, അതാണ് ഫുഡിനകത്ത് ഇവരുടെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആൻറ്റി ഓക്സിഡൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇത് ചിലത് തെറാപ്യൂട്ടിക് ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട് കേട്ടോ. തെറാപ്യൂട്ടിക് ഇൻഡസ്ട്രിയിലും, അതായത് മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെ യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ വിറ്റാമിൻ ഇ, വിറ്റാമിൻ സി പോലുള്ളവരൊക്കെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ ആൻറ്റി ഓക്സിഡൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് എപ്പോഴും പറയാണ്, അപ്പോൾ ഇന്നും പറയാണ്. സോ താങ്ക് യു. അടുത്ത വീഡിയോനകത്ത് നമ്മൾ ബയോ കെമിസ്ട്രി തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.